أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا ولو تقبل آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ 9ാമത്തെ ജുസയിലെ അവസാനത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇനി എടുക്കാനുള്ളത്. ജുസ് 10ലാണ് നമ്മൾ എടുക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്, 9ാമത്തെ ജുസ് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ജുസ് 10ലെ ആദ്യത്തെ ഭാഗമാണ്. സൂറത്തുൽ അൻഫാലിലെ 41ാമത്തെ ആയത്ത് മുതൽ 75ാമത്തെ ആയത്ത് വരെയും സൂറത്ത് തൗബയിലെ 1 മുതൽ 33 ആയത്തുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. യുദ്ധസമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഖനീമത്ത് മുതൽ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിഭജിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ബദർ എന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവായിരുന്നു. സത്യത്തിൽപ്പെട്ടവർ ആരാണെന്നും അസത്യത്തിൽപ്പെട്ടവർ ആരാണെന്നും തമ്മിൽ വേർപിരിഞ്ഞ ഹക്കിന്റെ ആളുകളും ബാത്തിലിന്റെ ആളുകളും ആരൊക്കെയാണെന്ന് വേർതിരിഞ്ഞ ഒരു ദിവസമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ ദിക്ർ, അള്ളാഹുലുള്ള സ്മരണ കൊണ്ട് നാവിനെ ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. ഷെയ്ത്താന്റെ, അതായത് വസ്വസുകൾ, അതായത് ആദ്യം ഷെയ്ത്താൻ എന്ത് ചെയ്യും, നമുക്ക് വസ്വസ് ഇട്ട് തരും. നമ്മളെ തിന്മയിൽ നിൽക്കുമ്പോൾ നീയാണ് ശരി എന്നുള്ള രീതിയിൽ നമുക്ക് വസ്വസ് ഇട്ട് തരും. എന്നാൽ പിന്നീട് ഒരു ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിജയം ആരാണോ നന്മയിലിരിക്കുന്നത് അയാൾക്ക് എത്തിക്കഴിഞ്ഞാൽ ശൈത്താൻ എന്ത് ചെയ്യും, നമ്മളെ ആ വസ്വസിട്ട ആളെ നിന്ന് മാറിക്കളയും. നമ്മൾ പിന്നീട് എന്തായും ഭയത്തിലും പരാജയത്തിലായി മാറും. അപ്പൊ നമ്മളോട് തന്നെ ചോദിച്ചു നിൽക്കുക, നമ്മൾ പല സമയങ്ങളിലും ഭയത്തിലും പരാജയത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഷെയ്ത്താന്റെ ഭാഗത്തായിരുന്നു നിന്നിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്. ഒരു തിന്മയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്താവും, ഭയം വരും. ഓക്കെ, നന്മയിലാണെങ്കിൽ നമുക്ക് ഒരു ശക്തിയും ഒരു മനസ്സിലൊരു ഉറപ്പും, ഞാൻ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഒക്കെ ഉണ്ടാവും. ഇത് രണ്ടുമാണ് തിന്മയെയും നന്മയെയും വേർതിരിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ മരണം, അതിന്റെ അനന്തര എന്താണ്, മലക്കുകൾ മരിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ എന്താണ് നമ്മളോട് പറയുക എന്നുള്ളതും ഫിറഔന്റെ പിന്നെ ഒരു ഉദാഹരണവും കൂടി. ഫിറഔന് മരണസമയത്ത് എന്താണ് പറഞ്ഞത്, അവസാനത്തില് മലക്കുകളെ കണ്ട സമയത്ത് ഞാന് മൂസയുടെ പിന്നെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് എൻഡിങ്ങിലായതുകൊണ്ട് തന്നെ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല. അതായത് മരിക്കാൻ തൊണ്ടക്കുഴയിൽ റൂഹ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് അവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ നമ്മൾ കരാർ പാലനത്തിൽ മോശപ്പെട്ടവരാണ്. കരാർ ചെയ്തത് അതിനെ ലംഘിക്കുന്നവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമാധാനത്തിലേക്ക് വേണം നമ്മൾ എപ്പോഴും നിൽക്കാന്. അതുപോലെ കാരണം ശത്രുക്കളാണെങ്കിലും അവർ സമാധാനത്തിനുള്ള കരാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളവിടെ സമാധാനമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഫിത്തിന നമ്മൾ ഉണ്ടാകാന് കാരണമാവരുത് എന്നുള്ളതാണ്. അതുപോലെ സഹോദര ബന്ധങ്ങള്, അതുപോലെ പോരാട്ടത്തിലെ എങ്ങനെയാണ് പോരാട്ടത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ളത്. അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അവർക്ക് നല്ല നല്ല അവരെ പോരാട്ട വീര്യം ഉയർത്താവുന്ന രീതിയിൽ അവർക്ക് നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അങ്ങനെ പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ സഹായം ലഭിക്കുന്നത് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ബന്ധവും അവരിലെ ആരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ എന്നുള്ളതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ ഉടമ്പടികൾ അവസാനിപ്പിക്കുമ്പം എന്താണ്, ഇവിടെ ഉടമ്പടി അവസാനിച്ച സമയം എന്താണ്, ഹുദൈബിയ സന്ധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാനുള്ള ആഹ്വാനം കൊടുത്തിട്ടാണ് അന്ന് അത് അവസാനിപ്പിക്കുന്നത്. അതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന്
യുദ്ധ സമയത്ത് മസ്ജിദുൽ ഹറാമിനെ മാത്രം എന്താക്കണം, ഒഴിച്ചു നിർത്തണം എന്നുള്ളതാണ്. അതിനൊന്നും ഒരു പ്രയാസവും വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷിർക്കുകാർക്ക് എന്തില്ല, ഷിർക്കുകാര് ഉടമ്പടി ചെയ്യാന് വിശ്വസ്തരാവൂല എന്നുള്ളതാണ്. ഓക്കെ, അവര് പിന്നെ അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വീണ്ടും അവര് തിന്മക്ക് വേണ്ടിയിട്ട് അവര് കോപ്പ് കൂട്ടും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ദീന് അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസികൾ ആശ്രയം പ്രകടിപ്പിക്കേണ്ടത് ദീനിലായിരിക്കണം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മള് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നാൽപ്പത്തൊന്നാമത്തെ ആയത്ത് മുതല് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് മാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മ്യൂട്ടായി പോയിട്ടുണ്ടോ? ഇല്ല, ഒരു മിനിറ്റ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ റിസ്ഖൻ തയ്യിബൻ വഅമലൻ തഖബ്ബലാ മിന്നി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ലോകത്തിൽ പരലോകത്തിൽ വിജയം വരിച്ച നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 41-ാമത്തെ ആയത്ത് മുതൽ സൂറത്തുൽ അൻഫാൽ. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനും റസൂലിന്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അള്ളാഹുവിലും അസത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ അഥവാ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ നമ്മുടെ ദാസന്മാരുടെ മേൽ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അതായത് അഞ്ചിലൊന്ന്, എന്തൊരു ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്താലും അതിന്റെ അഞ്ചിലൊന്ന് ദീനിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിനുള്ളതാണ്, പിന്നെ അവന്റെ റസൂലിനുള്ളതാണ്,
അതിന്റെ അടുത്ത ബന്ധുക്കൾക്കുള്ളതാണ്, അനാഥകൾക്കുള്ളതാണ്, പാവപ്പെട്ടവർക്കുള്ളതാണ്, വഴിപോക്കർക്കുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം നിങ്ങൾ താഴ്വരയോട് മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും സാർത്ഥവാഹക സംഘം നിങ്ങളെക്കാൾ താഴെയുമായിരുന്ന സന്ദർഭം ഓർക്കുക. നിങ്ങൾ അന്യോന്യം പോരിന് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ നിശ്ചയം നിറവേറ്റുന്നതിൽ ഭിന്നിക്കുമായിരുന്നു. പക്ഷെ ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അതായത് നശിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് നശിക്കുവാനും ജീവിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് ജീവിക്കാനും വേണ്ടി. തീർച്ചയായും അള്ളാഹുവിലേക്ക് കേൾക്കുന്നവനും അറിവുള്ളവനുമാകുന്നു. അവർ ശത്രുക്കളെ അള്ളാഹു നിനക്ക് നിന്റെ സ്വപ്നത്തിൽ കുറച്ചു പേർ മാത്രമായി കാണിച്ചു തന്നിരുന്ന സന്ദർഭം ഓർക്കുക. നിനക്ക് അവരെ അധികമായി കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അള്ളാഹു രക്ഷിച്ചു. തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് അവൻ കുറച്ചു മാത്രമായി കാണിക്കുകയും അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളെ എണ്ണം കുറച്ച് കാണിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നടക്കേണ്ടതായ ഒരു കാര്യം അള്ളാഹു നിർവഹിക്കാൻ വേണ്ടി എത്രയത് അള്ളാഹുങ്കിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സൈന്യ സംഘത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവെ അധികമായി ഓർക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അള്ളാഹുവും അവന്റെ ദാസനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾക്ക് ധൈര്യക്ഷയം നേരിടുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായും അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു. ഗർവോടുകൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത്. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. ഇന്ന് ജനങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല. തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അവർക്ക് അവരുടെ ചെയ്തികൾ ഭംഗിയായി തോന്നിച്ച സന്ദർഭവും ഓർക്കുക. അങ്ങനെ ആ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തീർച്ചയായും നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും ഞാൻ അള്ളാഹു ഭയപ്പെടുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിശാച് പിന്മാറിക്കളഞ്ഞു. ഈ കൂട്ടരെ മുസ്ലിങ്ങളെ അവരുടെ മതവിശ്വാസം വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് കപടവിശ്വാസികളും മനസ്സിൽ രോഗമുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം എത്രയത്. വല്ലവനും അള്ളാഹുവിന്റെ മേലും ബലമേൽപ്പിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ മലക്കുകൾ അവരോട് പറയും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നിമിത്തമത്രേ അത്. അള്ളാഹു അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല എന്നതിനാലും. ഫിർഔന്റെ ആളുകളുടെയും അവരുടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുകയും അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടുകയും ചെയ്തു. തീർച്ചയായും അള്ളാഹു ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ഒരു ജനവിഭാഗത്തിന് താൻ ചെയ്തു കൊടുത്ത അനുഗ്രഹം അവരുടെ സ്വന്തം നിലപാടിൽ അവർ മാറ്റം വരുത്തുന്നവരെ അള്ളാഹു മാറ്റം വരുത്തി കളയുന്നതല്ല എന്നും കൊണ്ടും അത്രേ അത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നതുകൊണ്ടും. ഫിർഔന്റെ ആളുകളെയും അവരുടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ തന്നെ അവർ അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി നാം അവരെ നശിപ്പിക്കുകയും ചെയ്തു. ഫിർഔന്റെ ആളുകളെ നാം മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അവർ എല്ലാവരും അക്രമികളായിരുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ സത്യനിഷേധികളാകുന്നു. ആകയാൽ അവർ വിശ്വസിക്കുകയില്ല. അവരിൽ ഒരു വിഭാഗവുമായി നീ കരാറിൽ ഏർപ്പെടുകയുണ്ടായി. എന്നിട്ട് ഓരോ തവണയും തങ്ങളുടെ കരാർ അവർ ലംഘിച്ചുകൊണ്ടിരുന്നു. അവർ അള്ളാഹു സൂക്ഷിക്കുന്നുമില്ല. അതിനാൽ നീ അവരെ യുദ്ധത്തിന് കണ്ടുമുട്ടിയാൽ അവർ കേൾപ്പിക്കുന്ന നാശം അവരുടെ പിന്നിൽ വരുന്നവരെ കൂടി തിരിച്ചോടിക്കും വിധമായിരിക്കണം. അവർ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയേക്കാം. വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന് നീ ഭയപ്പെടുന്ന പക്ഷം തത്തുല്യമായി നീ അവരോട് എറിഞ്ഞു കൊടുത്തേക്കുക. തീർച്ചയായും അള്ളാഹു വഞ്ചകന്മാരെ ഇഷ്ടപ്പെടുകയില്ല. സത്യനിഷേധികളായ ആളുകൾ തങ്ങൾ അതിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ധരിച്ചു പോകരുത്. തീർച്ചയായും അവർ അള്ളാഹുവെ തോൽപ്പിക്കാനാവില്ല. അവരെ നേരിടാൻ വേണ്ടിയും നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ ശക്തിയും കെട്ടിനിർത്തിയ കുതിരകളെയും നിങ്ങൾ ഒരുക്കുക. അത് മുഖേന അള്ളാഹുവിന്റെയും നിങ്ങളുടെ ശത്രുയെയും അവർക്ക് പുറമെ നിങ്ങൾ അറിയാത്തവരും അള്ളാഹു അറിയാത്തതുമായ മറ്റു ചിലരെയും നിങ്ങൾ ഭയപ്പെടുവാൻ വേണ്ടി. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതൊരു വസ്തുത്തിൽ ചെലവഴിച്ചാലും നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. ഇനി അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണെങ്കിൽ നീയും അതിലേക്ക് ചായ്വ് കാണിക്കുകയും അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ. ഇനി അവർ നിന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും നിനക്ക് അള്ളാഹു മതി. അവനാണ് അവന്റെ സഹായം മുഖേനയും വിശ്വാസികൾ മുഖേനയും നിനക്ക് ബലം നൽകിയവൻ. അവരുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ തമ്മിൽ അവൻ ഇണക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കി ചേർക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു അവരെ തമ്മിൽ ഇണക്കി ചേർത്തിരിക്കുന്നു. തീർച്ചയായും അവന് പ്രതാപിയും യുക്തിമാനുമാകുന്നു. നബിയെ, നിനക്കും നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി. നബിയെ, നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 20 പേരെയും അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് 1000 പേരെ അവർ ജയിച്ചടക്കാവുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്തൊരു ജനവിഭാഗമാണ് എന്നത് കൊണ്ടത്രേ അത്.
ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തന്നിരിക്കുന്നു, നിങ്ങളിൽ ബലഹീനതയുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 1000 പേരുണ്ടായിരുന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. ഒരു പ്രവാചകരും ശത്രുക്കളെ കീഴടക്കി നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ഇഹലോകത്തെ ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു, അള്ളാഹു ആകട്ടെ പരലോകത്തെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിന്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നാൽ യുദ്ധത്തിനിടയിൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയമായതും ഉത്തമമായതും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നബിയെ, നിങ്ങളുടെ കൈവശമുള്ള യുദ്ധത്തടവുകാരോട് നീ പറയുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉള്ളതായി അള്ളാഹു അറിയുന്ന പക്ഷം നിങ്ങളുടെ പക്കൽ നിന്ന് മേടിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അവൻ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പ് അവർ അള്ളാഹുവോടും വഞ്ചന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. തീർച്ചയായും വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകിയവരും സഹായിക്കുകയും ചെയ്തവരും അന്യോന്യം ഉറ്റമിത്രങ്ങളാകുന്നു. വിശ്വസിക്കുകയും എന്നാൽ സ്വദേശം വെടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശം വെടിഞ്ഞു പോരുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല. ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് കഴിയുന്ന ജനതയ്ക്കെതിരെ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. സത്യനിഷേധികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ്. വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അവർക്ക് പാപമോചനം മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. അതിനുശേഷം വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും നിങ്ങളോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ രേഖയിൽ നിയമത്തിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു. ഇവിടെ സൂറത്തുൽ അൻഫാൽ അവസാനിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്ത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതായത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ കുഴപ്പവും വലിയ നാശവും ഉണ്ടായിത്തീരുന്നതാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അതിർവരമ്പുകളുണ്ട്. ഈവൻ യുദ്ധത്തിലാണെങ്കിൽ പോലും അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ എന്ത് സംഭവിക്കും? അത് ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നാട്ടിൽ കുഴപ്പങ്ങൾ തീരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാനും യുദ്ധത്തടവുകാരെ പിടിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേറെ വിടുതൽ നേടിക്കൊടുക്കാനും നമ്മളെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കുന്നതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച അതിർവരമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ. അത് ഇനി ഈവൻ അവര് നന്മയിലല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പാടില്ല. കാരണം ആ നാട്ടില് അതോട് കൂടിയിട്ട് അരാജകത്വം ഉണ്ടാകുമെന്നാണ്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവരെ അനുസരിക്കല് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നുള്ളത്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാടുകളിലൊക്കെ പല നാടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ അവരുടെ ഭരണാധികാരികളെ അവര് തന്നെ ഒഴിവാക്കി കളയുമ്പോൾ പിന്നീട് ആ നാട്ടിലുണ്ടാവുന്ന പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് ആ നാട് എന്താവും? അരാജകത്വത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാണ് വേണ്ടത്. അവർക്ക് നേർബുദ്ധി കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരിക്കലും അവർക്കെതിരെ നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും പിന്നീട് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സമൂഹമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാതെ ഒരു ഒരുമിച്ചൊരു സമൂഹമായിട്ട് വേണം ഏത് രാജ്യത്തും നമ്മൾ ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.
സൂറത്തുൽ തൗബയാണ് ഇനിയുള്ളത്. മദീനയിൽ അവതരിച്ചതാണ്. 229 വചനങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ തൗബ എന്ന് പറയുന്ന പോലെ തന്നെ പശ്ചാത്താപമാണ് തൗബ. തൗബയില് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പശ്ചാത്താപം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗം. എന്നാൽ തൗബ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കീഴൊതുങ്ങലാണ്. അതായത് ഇനി ഒരിക്കലും ഞാൻ പഴയ തെറ്റിലേക്ക് പോകൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തിരിച്ചു മടങ്ങി വരവാണ്. അത് നമ്മൾ ഹജ്ജ് വേളയിൽ നമുക്കറിയാം. അത് ശരിക്കും ഒരു തൗബയാണ്. ഹജ്ജ് വേളയിലുള്ള നമ്മുടെ ഇത് തൗബയാണ്. കാരണം നമ്മളെ ഭൂമിയിലുള്ള സകലതും വിട്ടിട്ട് അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിക്കും തൗബയാണ്. അതേപോലെ തന്നെയാണ് തൗബയെ നമ്മൾ കാണേണ്ടത്. തൗബയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് പഴയ തിന്മകളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങൂല എന്നുള്ള അള്ളാഹുലുള്ള വാക്ക് കൊടുക്കലാണ് തൗബ. എന്നാൽ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ, നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ചിന്തകൾ, ഇതിനൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. അതാണ് നോർമലായിട്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 70ഓളം വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ തിന്മകൾ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള. എന്നാൽ നമ്മൾ അള്ളാഹുവിന് പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക, വൻ പാപങ്ങൾ ചെയ്യുക, പിന്നെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, ഇതൊക്കെ വൻ പാപങ്ങളിൽപ്പെട്ട. ഇതിന് എന്ത് വേണം? ഇതിന് ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള പൂർണ്ണ ദൃഢനിശ്ചയം വേണം. അതിന്റെ കൂടെ തന്നെ ആരോടൊക്കെ നമ്മൾ തിന്മകൾ ചെയ്തിട്ടുണ്ടോ അവരോട് നമ്മൾ പാപമോചനം ചോദിക്കുകയും വേണം. അവരോടത്ത് പോയിട്ട് നമ്മൾ അവരോട് പാപങ്ങൾ നമ്മൾ അവരോട് ചെയ്ത തിന്മകൾ നമ്മൾ പൊറുക്കലിന് ചോദിക്കണം. ഇത് തൗബയുടെ ഒരു ഷർത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ജനങ്ങൾക്കിടയിൽ പോയിട്ട് നമ്മളത് പിന്നെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പറയുമ്പം അവരോട് ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ചെയ്ത തിന്മ. അപ്പം അത് പറയുന്നതോട് കൂടിയിട്ട് വലിയൊരു തിന്മയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള തിന്മകൾ ഉണ്ടാവാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. അവരെ കുറിച്ചിട്ട് നമ്മൾ അനാവശ്യങ്ങൾ പറയുക, അവരെ എന്താ പറയാ, അവരെ കുറിച്ചിട്ട് ഫിത്നകൾ ഉണ്ടാക്കുക, അവരറിയാതെ അവരെ കുറിച്ച് പറഞ്ഞ് നടക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ വൻ പാപങ്ങളിൽ തന്നെ പെട്ടതാണ്. കാരണം പിന്നീട് നമുക്ക് തിരുത്താൻ അത് കഴിയില്ല. കാരണം അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് പാപമോചനം അവരോട് പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടെന്നും കൂടി പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ പരിശ്രമിക്കുക. ഇനി അഥവാ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ അടുത്ത് എന്താണ് കാര്യം എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരു അതിനേക്കാളും വലിയൊരു തെറ്റായി തീരും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇനി ഒരിക്കലും നമ്മളുമായിട്ട് സംസാരം പോലും ഇല്ലാത്ത രീതിയിലേക്ക് അത് പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളടുത്ത് പറ്റിയ തിന്മ അവരുടെ അടുത്ത് പറയാതിരിക്കുകയും മനസ്സുകൊണ്ട് അവരോട് പൊരുത്തപ്പെടുകയും ചെയ്യണം. കാരണം നമ്മുടെ പരസ്പരമുള്ള തിന്മകൾ തിരുത്താതെ അള്ളാഹുവിൽ നിന്നുള്ള പൊറുക്കല് നടക്കൂല എന്നാണ്. ഭൂമിയിലുള്ള മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടൂല എന്നാണ്. നമ്മൾ തന്നെ അത് തീർക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലുള്ളത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തരുള്ളൂ. ഭൂമിയിലുള്ള ജനങ്ങളോട് ചെയ്തത് അത് അവരവർ തന്നെ തീർക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരാളെ കൊലപാതകം നടത്തിയാൽ അയാളുടെ കുടുംബം പൊരുത്തപ്പെട്ട് തരുന്നത് വരെ നമ്മൾ കൊലപാതകി തന്നെയാണ്. അവർ പൊരുത്തപ്പെട്ട് നമ്മളെ വിട്ടുമാറ്റിയത് നമുക്ക് അതിൽ നിന്ന് വിടുതലില്ല. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ അയാളെ കൊന്നത് അതേപോലെ തന്നെ നമ്മളെ കൊല്ലാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഭരണാധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം ആ തിന്മ നടപ്പിലാകാൻ പാടില്ല. ഒരാളെ കൊല്ലാന് ഉള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും തന്നിട്ടില്ല. അത് ഭരണാധികാരികൾക്ക് അവര് തിന്മ ചെയ്തവർക്ക് ഉള്ള ശിക്ഷ വിധിക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് നേരിട്ട് തിന്മ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം തന്നിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള തിന്മ എന്താണ്? നമ്മുടെ നാട്ടില് അരാജകത്വം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സബബ് ചെയ്തിട്ടുണ്ട്. കാരണം അത് പിന്നീട് ഒരു വലിയ ഫിത്നയിലേക്ക് ആ നാട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ബൗണ്ടറി വെച്ചിട്ടുള്ളത്. ആ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുക, അതിൽ തൃപ്തിപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തിൽ നമ്മൾ നന്നായിട്ട് തൃപ്തിപ്പെടുക. കാരണം അത് ഏറ്റവും അനുഗ്രഹീതമാണ്. കാരണം ഇനിയൊരു തിന്മ, അതിനേക്കാളും വലിയൊരു തിന്മ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി നമുക്ക് ബൗണ്ടറി വെച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ തൗബയാണ്
നമ്മളെ സൂറത്തുൽ ബറാഅത്ത് എന്നും കൂടി ഈ ഒരു ഇതിന് പേരുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഷാബാൻ മാസത്തിന്റെ പകുതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നോക്കുമെന്നും അതുപോലെ തന്നെ ഭൂമിയിലെ സകല മനുഷ്യർക്കും പുറത്തു കൊടുക്കും എക്സെപ്റ്റ്, അതായത് ഒരു കൂട്ടർക്ക് ഒഴികെ. ആരാണ് അവര്? പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? അവര് കുടുംബ ബന്ധങ്ങള് മുറിച്ചവരായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഫറിലായിരിക്കുന്ന, അതായത് പരസ്പരം വഴക്കിലും അതുപോലെ തന്നെ കുഫറിലും നിൽക്കുന്ന ആളുകള് അവർക്ക് അവരെ ഒഴികെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു മാസത്തിനുണ്ട്. അപ്പം എല്ലാവരും അത് മനസ്സിൽ കാണുക. ആരായിട്ടെങ്കിലും എന്തെങ്കിലും തിന്മയിലായിരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് വഴക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടിക്കുക. കാരണം അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരൂല. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഒക്കെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണ് അത്. കാരണം കുടുംബ ബന്ധങ്ങൾ, വിവാഹബന്ധത്തിനേക്കാളുമാണ് കുടുംബ ബന്ധങ്ങൾ. കുടുംബങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയും വേഗത്തിൽ തീർക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ വ്യാഴാഴ്ചകളിലും അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുമ്പം നമ്മൾ ആരായിട്ടെങ്കിലും വഴക്കിലോ എന്തെങ്കിലും തിന്മയിലോ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹുലേക്ക് ഉയരൂല എന്നാണ്. അത് ഭൂമിയിൽ തന്നെ അത് കെട്ടിക്കിടക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ എല്ലാവരും കാവലിനെ ചോദിക്കുക. ഒരിക്കലും ഒരാളായിട്ടും ഭൂമിയിലുള്ള ഒരാളായിട്ടും നമുക്ക് ഒരു തിന്മയും പാടില്ല. ഇത് നമ്മുടെ കർമ്മങ്ങളാണ് ഉയരാതെ പോവുക. നമ്മുടെ കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോവുക. അയാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഒരാളായിട്ടും പ്രശ്നത്തിന് പോകാതെ നിൽക്കുന്നത്. എല്ലാവരും പറയും അയാൾ ചെയ്തിട്ടില്ല, ഇതാക്കിയിട്ടില്ല. അയാൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടില്ല. എനിക്ക് എന്റെ റബ്ബ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഉലമാക്കളുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളായിട്ട് വഴക്കിലാണ്, പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അവരായിട്ട് സുല്ലുണ്ടാക്കുക. അതായത് നിങ്ങൾ അവരായിട്ട് അനുരഞ്ജനത്തിന് നിങ്ങൾ പോവുക. എന്നിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവര് വയറുകളിൽ തീയാണ് നിറക്കുന്നത് എന്നാണ്. അവരവരുടെ നരകത്തിന് മുന്നിൽ കണ്ടു കഴിഞ്ഞു എന്ന്. കാരണം നമ്മളായിട്ടുള്ള തിന്മ തീർന്നു കഴിഞ്ഞു, നമുക്കുള്ള തെറ്റ് തീർന്നു കഴിഞ്ഞു. ഇനി അവരുടെ സ്വന്തം തിന്മയുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ല ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു തിന്മ ഇല്ലാതിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഒക്കെ എല്ലാവരും പൊറുക്കലിനെ ചോദിക്കുക, തൗബ ചെയ്യുക. നല്ലൊരു സൂറത്ത് കൂടിയാണ് ഈ ഒരു ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. ബറാത്ത് എന്നാണ് ഈ സൂറത്തിന്റെ മറ്റൊരു പേര്. പിന്നെ ഇത് ഇറങ്ങിയത് ഹിജ്റയുടെ 9ാമത്തെ വർഷത്തിന് ശേഷം, ഈ താബൂക്ക് യുദ്ധത്തിനും അതിനുശേഷം ഉണ്ടായതാണ് എന്നാണ്. അതുപോലെ തന്നെ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുമ്പോഴാണ് ഈ ഒരു സൂറത്ത് അവതരിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ സൂറത്ത് യുദ്ധസമയത്തിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ അതിന് ശേഷമുള്ള സമയമാണ് ഇത് എന്നുള്ളതാണ്. ഒക്കെ അപ്പൊ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതില് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ബിസ്മി ഇല്ലാത്ത സൂറത്താണ് ഈ സൂറത്ത്. കാരണം ബിസ്മി എന്ന് പറയുന്നത് എന്താണ്? റഹ്മത്താണ് അല്ലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് റഹ്മത്താണ്. റഹ്മത്തുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് ബിസ്മി എന്ന് പറയുന്നത്. അപ്പൊ ആ ബിസ്മി ഇല്ലാത്തൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ അതിന്റെ കർശനമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സൂറത്തിൽ അടങ്ങിയത് കൊണ്ടാണ് കാരുണ്യമില്ലാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് റഹ്മത്ത് കൊണ്ടല്ല ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സൂറത്ത് ഇറങ്ങിയത് കൊണ്ടാണ് അതിന് ബിസ്മി ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അതിന്റെ ഉത്തരവും കിട്ടും. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായും നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടുവോ? അവരോട് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി നാം ഇതാ പ്രഖ്യാപിക്കുന്നു. അതിനാൽ ബഹുദൈവ വിശ്വാസികളെ,
നിങ്ങൾ 4 മാസക്കാലം ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ലെന്നും സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തുന്നതാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക. മഹത്തായ ഹജ്ജിന്റെ ദിവസങ്ങളിൽ മനുഷ്യരോട് പൊതുവായി അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഭാഗത്തു നിന്ന് ഇതാ അറിയിക്കുകയും ചെയ്യുന്നു: അള്ളാഹുവിനും അവന്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ലെന്ന്. എന്നാൽ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തോൽപ്പിക്കാനാവില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നബിയെ, സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്നാൽ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും എന്നിട്ട് നിങ്ങളോട് അത് പാലിക്കുന്നതിൽ യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാണ്. അപ്പോൾ അവരോടുള്ള കരാർ അവരുടെ കാലാവധി വരെ നിങ്ങൾ നിറവേറ്റുക. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാണ്. ബഹുദൈവ വിശ്വാസികൾ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവർ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക. എന്നിട്ട് അവന് സുരക്ഷിതത്വമുള്ള സ്ഥാനത്തെ അവൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അവർ അറിവില്ലാത്തൊരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടാണത്. എങ്ങനെയാണ് ആ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ ദൂതന്റെ അടുക്കലും ഉടമ്പടി നിലനിൽക്കുക? നിങ്ങൾ ആരുമായും മസ്ജിദുൽ ഹറമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടുവോ? അവർക്കല്ലാതെ. എന്നാൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരോട് ശരിയായി വർത്തിക്കുക. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെ നിലനിൽക്കും? നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ കുടുംബബന്ധമോ ഉടമ്പടിയോ അവർ പരിഗണിക്കുകയില്ല. അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും, അവരുടെ മനസ്സുകൾ വെറുക്കുകയും ചെയ്യും. അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായി വിലക്ക് വിട്ടുകളയുകയും അങ്ങനെ അവന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തു. തീർച്ചയായും അവർ പ്രവർത്തിച്ചു വരുന്നത് വളരെ ചീത്തയാകുന്നു. ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ കുടുംബബന്ധമോ ഉടമ്പടിയോ അവർ പരിഗണിക്കാറില്ല. അവർ തന്നെയാണ് അതിക്രമകാരികൾ. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു. മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. ഇനി അവർ കരാറിൽ ഏർപ്പെടുന്നതിന് ശേഷം തങ്ങളുടെ ശബ്ദങ്ങൾ ലംഘിക്കുകയും തങ്ങളുടെ മതത്തെ പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധത്തിന്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. തീർച്ചയായും അവർ ശബ്ദങ്ങളെയെല്ലാം അവർ വിരമിച്ചേക്കാം. ശപഥം ചെയ്തവരെയല്ല അവർ വിരമിച്ചേക്കാം. തങ്ങളുടെ ശബ്ദങ്ങൾ ലംഘിക്കുകയും റസൂലിനെ പുറത്താക്കാൻ മുതിരുകയും ചെയ്ത ഒരു ജനവിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? അവരാണോ നിങ്ങളോട് ആദ്യ തവണ യുദ്ധം തുടങ്ങിയത്? അവരെ നിങ്ങൾ ഭയപ്പെടുകയാണോ? എന്നാൽ നിങ്ങൾ ഭയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹുവിനെയാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കൈകളിലാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയും അവരെ അവൻ അപമാനിക്കുകയും അവർക്കെതിരെ നിങ്ങളെ അവൻ സഹായിക്കുകയും വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് അവൻ ശമനം നൽകുകയും ചെയ്യുന്നതാണ്. അവരുടെ മനസ്സുകളിലെ രോഷം അവൻ നീക്കിക്കളയുകയും ചെയ്യുന്നതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നതിനും യുക്തിമാനുമാകുന്നു. അതല്ല, നിങ്ങളിൽ നിന്ന് സമരം ചെയ്യുകയും അള്ളാഹുവിനും അവന്റെ ദൂതനും വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും പുറമെ യാതൊരു രഹസ്യ കൂട്ടുകെട്ടും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തവർ ആരാന്ന് അള്ളാഹു അറിഞ്ഞിട്ടില്ലാതെ നിങ്ങൾ വിട്ടേക്കുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? അള്ളാഹു ആകട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ബഹുദൈവവാദികൾക്ക് സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല. അത്തരക്കാരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പള്ളികൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ട അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുയെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ്. എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം. തീർത്ഥാടകന് കുടിക്കാൻ കൊടുക്കുന്നതും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിങ്ങൾ കണക്കാക്കുകയാണ്. അവർ അള്ളാഹുവിൽ ഒരുപോലെ ആവുകയില്ല. അള്ളാഹു അക്രമികളായ ആളുകളെ സന്മാർഗത്തിലാക്കുന്നതല്ല. വിശ്വസിക്കുകയും സ്വദേഹം വെടിയുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിൽ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണ്. അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യത്തെയും പ്രീതിയെയും സ്വർഗത്തോപ്പുകളെ പറ്റിയും സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവർക്ക് അവരുടെ ശാശ്വതമായ സുഖാനുഭവമാണുള്ളത്. അവരതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് ആ മഹത്തായ പ്രതിഫലമുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. നബിയെ പറയുക, നിങ്ങളുടെ
പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുയെക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉന്നതമായ ജീവിതം. അതിന് മുകളിലായിക്കൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കുടുംബങ്ങളും ബന്ധുക്കളും സമ്പത്തുകളും കച്ചവടങ്ങളും വീടുകളും ഒക്കെ നിങ്ങൾക്ക് ഉന്നതമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഭയം നിങ്ങൾക്ക് ഇട്ടുതരും എന്നുള്ളതാണ്. നമുക്ക് നമുക്ക് എപ്പോഴും നമുക്ക് അതിലൊരു തൃപ്തി തോന്നാത്ത ജീവിതമായിരിക്കും നമുക്ക് നൽകുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്തായിരിക്കണം, അള്ളാഹുലിൽ നമ്മള് എപ്പോഴും അള്ളാഹുവിനെ ആയിരിക്കണം നമ്മൾ മുകളിലേക്ക് വെക്കുന്നത്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയല്ല. പല ആളുകളും നമ്മളിൽ തന്നെ എല്ലാവരും മിക്കവാറും ആളുകള് നമ്മളെ സ്വത്ത് സമ്പത്ത് ഇതിലൊക്കെ ആയിരിക്കും ഏറ്റവും അധികം തൃപ്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തില് ഒരു ഭവനത്തിന് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഭയങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമങ്ങളും ഇതുമാണ് വരുന്നത്. കാരണം എന്താണ്, നമ്മള് അള്ളാഹുവിനേക്കാളും മുകളിലാണ് നമ്മളെ സ്വത്തിനോടും നമ്മുടെ ജീവിതത്തിനോടും നമ്മള് തൃപ്തി കാണുന്നത്. അതിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്കതില് ഭയങ്കര വിഷമങ്ങൾ വരുന്നത്. അതില് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ജിഹാദ് പോലെ തന്നെ നമ്മൾ അതിനെ കാണണം എന്നുള്ളതാണ്. നമ്മുടെ ഭവനം അത്രയും ഉത്തമമായ ഭവനമായിട്ട് നമ്മൾ കാണണം അള്ളാഹുവിന്റെ ഭവനത്തെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, തീർച്ചയായും ധാരാളം യുദ്ധരംഗങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധ ദിവസത്തിൽ നിങ്ങളെ സഹായിച്ചു. അതായത് നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളുടെ ആഹ്ലാദം കൊള്ളിക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാക്കാതിരിക്കും. ഭൂമി വിശാലമായിട്ടും നിങ്ങൾക്ക് ഇടുങ്ങിയതാവുകയും അനന്തരം നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്ത സന്ദർഭം. പിന്നീട് അള്ളാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കി കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. അതത്രേ സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. പിന്നീട് അതിനുശേഷം താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാകുന്നു. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അവരുടെ അഭാവത്തിൽ ദാരിദ്ര്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും വ്യക്തമാനുമാകുന്നു. ദൈവം വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കും അള്ളാഹുവിനും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ. ഹുസൈർ എസ്ര പ്രവാചകൻ ദൈവപുത്രനാണെന്ന് യഹൂദർ പറഞ്ഞു. മസീഹ് മിസിയ ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അത് അവരുടെ വായ കൊണ്ട് വാക്ക് മാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയായിരുന്നു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായി മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവർ പണിക്ക് ചേർക്കുന്നതിൽ അവൻ എത്രയോ പരിശുദ്ധൻ. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുകയില്ല. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ശരി. അവനാണ് സന്മാർഗവും സത്യമതവുമായി അവന്റെ ദൂതനെ അയച്ചവൻ. എല്ലാ മതത്തെയും അത് അതിജയിക്കുവാൻ വേണ്ടി ബഹുദൈവ വിശ്വാസികൾക്ക് അത് അനിഷ്ടകരമായിരുന്നാലും ശരി. അൽഹംദുലില്ലാ. ഇതുവരെയാണ് നമ്മൾ എടുക്കുന്നത് 33-ാമത്തെ ആയത്ത് വരെ തൗബ. അള്ളാഹുവിന്റെ ഭവനങ്ങളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പരിപാലിക്കുകയും അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പോലും പേഴ്സണലായിട്ട് ഞാൻ കണ്ടറിഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഭവനത്തെ പരിപാലിച്ച ഒരാളുടെ ജീവിതം ഞാൻ കണ്ടതാണ്. അയാൾ പറയുമ്പം നമസ്കാരമോ ഒന്നും കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഉയർത്തിയതും കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അള്ളാഹു നൽകിയ വാഗ്ദാനം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ജിഹാദ് ചെയ്യുക. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب رحمة كما ربياني صغيرا رب رحمة كما ربياني صغيرا رب رحمة كما ربياني صغيرا ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من لدنك ذرية طيبة إنك سميع دعاء يا غني الله غنيني بفضلك من سواك ربي أنت المنزل مبارك أنت خير المنزلين اللهم استر ولا تؤثر وتمم بالخير اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن لا شئت سهلا ربي أنزل منزل مبارك أنت خير المنزلين اللهم استر ولا تؤثر وتمم بالخير اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن لا شئت سهلا سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني آمين يا رب العالمين ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى آمين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين يا رحمن الرحيم يا الله يا ذا الجلال الإكرام يا الله هي القيوم يا الله അഹദും സമതുമായ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കുകയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഒത്തുമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അല്ലാഹു ഈ നല്ല ദിവസങ്ങളിൽ അല്ലാഹു ഞങ്ങളുടെ കർമ്മങ്ങളെ നീ ഉയർത്തുകയും നീ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരാടിമകളാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അല്ലാഹു ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികളിൽ അല്ലാഹു നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അല്ലാഹു ഈ ഇബാദത്തുകൾ ചെയ്യാനും നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ദുനിയാവിൽ അല്ലാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളിൽ അല്ലാഹു നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം ചൊരിഞ്ഞു തരണമേ അല്ലാഹു ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹു നീ വീതിയാക്കി തരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിനക്ക് നീ എത്രയും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു തരണമേ ഞങ്ങളുടെ ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹുവെ പൂർത്തിയാക്കി തരണമേ യാ റഹ്മാൻ റഹീം അല്ലാഹുവെ ഞങ്ങളുടെ ലോക ജീവിതം അല്ലാഹുവിനിലേക്കുള്ള മടക്കവും ഏറ്റവും ഉന്നതമായ രീതിയിലാക്കി തരണമേ ഞങ്ങളുടെ അവസാന നിമിഷങ്ങൾ അല്ലാഹു ഏറ്റവും ഉന്നതമായ രീതിയിലാക്കി തരണമേ യാ റഹ്മാൻ റഹീം അല്ലാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ചെത്തവരടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ അല്ലാഹു അസുഖങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നീ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് മഹാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ നാടുകളെയും അല്ലാഹുവെ കാത്തുരക്ഷിക്കണമേ യാ റഹ്മാൻ റഹീമിനെ അല്ലാഹുവെ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹുവെ നീ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ ഇഹലോകത്തും പരലോകത്തും അവരെ ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹുവെ നീ നിലനിർത്തി തരണമേ യാ റഹ്മാൻ റഹീമിനെ അല്ലാഹു ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലാഹുവെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹു നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനും അല്ലാഹുവെ നിനക്ക് കീഴൊതുങ്ങി നിൽക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് എപ്പോഴും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു വിനയവും അല്ലാഹു സത്യവിശ്വാസവും സൽസ്വഭാവവും അല്ലാഹു ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ എല്ലാ അഹങ്കാരത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അല്ലാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹുവെ വിശുദ്ധിയോട് കൂടിയിട്ട് നിന്റെ നീ തൃപ്തിപ്പെട്ട രീതിയിൽ നിന്റെ കർമ്മങ്ങൾ അല്ലാഹുവെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹു യാ ദൽ ജലാൽ ഇക്രാമായ അല്ലാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ അല്ലാഹുവെ ഞങ്ങളെ ഈ ദീനിന്റെ മജ്ലിസുകളെ അല്ലാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ അല്ലാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നീനു വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അധ്യാപികമാർക്ക് അവർക്കെല്ലാവർക്കും നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹുവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് വരെ അല്ലാഹു എത്തിച്ചു തന്ന് അനുഗ്രഹിക്കണമേ യാ റഹ്മാൻ റഹീം അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബം കൂടിയ ഞങ്ങളുടെ സഹോദരികൾക്ക് അല്ലാഹുവേ ഇതിലൂടെ പഠനത്തിലൂടെ മുന്നേറുന്നവർക്ക് അല്ലാഹുവേ നീ ഇഹലോകത്തും പരലോകത്തും ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കണമേ
യാ റഹ്മാൻ അള്ളാഹു ഇതിനു വേണ്ടിയിട്ട് അള്ളാഹു ആരെല്ലാം എന്തെല്ലാം ഒരു ചെറിയ ചെറിയ സംഖ്യകൾ നൽകുന്നുണ്ടോ അള്ളാഹു അതെല്ലാം അവർക്ക് നാളെ സ്വർഗത്തിൽ ഉന്നതമായ രീതിയിൽ അള്ളാഹുയെ നീ കാണിച്ചു കൊടുക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ എല്ലാ സദഖകളും സകാത്തുകളും അള്ളാഹു നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു അദൽ ജലാൽ ഇക്രാമായ അള്ളാഹു ഞങ്ങൾ സന്തതി പരമ്പരകളെ സ്വാലിഹ്യങ്ങളിലും ആരിഫീങ്ങളിലും ഹാഫിളീങ്ങളിലും ഖുർആന്റെ അഹ്ലുകാരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ഹിലോത്ത് പരലോകത്തും അവരെ നീ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹുയെ എല്ലാ ദുനിയാവിലേക്ക് നീ ഇറക്കിയ എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹുയെ നീ ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. ഏഹലോകത്തും പരലോകത്തും അവരെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവർക്ക് നീ ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു കൊടുക്കുകയും അവർക്ക് നേരായ മാർഗം നീ കാണിച്ചു കൊടുക്കുകയും ഈ ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളാക്കി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു നിന്റെ ഭവനത്തിൽ വന്ന് അള്ളാഹുയെ സുജൂദ് ചെയ്യാനും നിന്റെ ഭവനത്തിൽ വന്ന് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനിയും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ നിന്റെ ഭവനങ്ങളിൽ അള്ളാഹുയെ സംരക്ഷിച്ചു നിർത്തുന്നവർക്ക് അള്ളാഹുയെ നീയും സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു നിനക്ക് വേണ്ടി ഇബാദത്തിൽ ഏർപ്പെട്ടവർക്ക് അള്ളാഹുയെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ലോകത്ത് പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളാകാൻ അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും തൗഫീക്ക് നൽകി നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ആലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മടക്കസ്ഥാനം അള്ളാഹുയെ നീ തൃപ്തിപ്പെടുകയും ഉന്നതമായ സ്ഥാനത്താക്കി തന്ന് അനുഗ്രഹിക്കണമേ. മലക്കൾ ആമീൻ ചൊല്ലി അള്ളാഹുയെ മലക്കൾ സലാം ചൊല്ലി സ്വീകരിക്കുന്ന ഉത്തമരാടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك ربي أنزل لي منزل مبارك أنت خير المنزلين. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. വലൈക്കും വലൈക്കും അസ്സലാം സ്സലാം വറഹ്മത്തുള്ളാഹി. വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം നമ്മൾ ഒരു വറഹ്മത്തുള്ളാഹി കാര്യം വബറകാതുഹു. ചോദിക്കട്ടെ. പിന്നെ ഇതിന്റെ റെക്കോർഡ് വാട്സപ്പിൽ ഇടാൻ പറ്റുമോ? സൂം ഇല്ലാത്തതിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആയിക്കോട്ടോ ഇൻഷാ അല്ലാ. അപ്പൊ അടുത്ത് തന്നെ നമ്മളത് ചെയ്തു തരും. അപ്പൊ എന്താ പറയാ, ഇത് സൂം ഇല്ലാത്തുമ്പോ ആ മൊബൈലിൽ കേൾക്കാൻ വേണ്ടിട്ട്. നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരാട്ടോ ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ, ഓക്കെ, ശുക്രൻ. ഒരുപാട് കാര്യങ്ങൾ കേൾക്കാത്തതും അറിയാത്തതൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തില്ല അതിനുള്ള പ്രതിഫലം മാമിന് കിട്ടട്ടെ. കുറെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ്സുകൾ പലയിടത്തുനിന്ന് ഇങ്ങനെ കേൾക്കലുണ്ട്. തഫ്സീറിന്റെ ഇങ്ങനെ കേട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്തുതി. അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. അസ്സലാമു അലൈക്കും. ഇയ്യാക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.